Hi everyone, welcome back to Design School from the House of Haka. Okay, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ക്രൈംസ് ഓഫ് ടൈപ്പോഗ്രഫി. ഓക്കെ, ഡിസൈനേഴ്സിനുണ്ടോ ക്രൈംസ്? ഓക്കെ, ഉണ്ട്. കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ചെറിയ പ്രിൻസിപ്പിൾസ് എന്ന് പറയാം, അല്ലെങ്കിൽ ചെറുതായിട്ട് ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് യൂസേഴ്സിന് കൊടുക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഡിസൈൻസിൽ നല്ല ബെറ്റർ ഹൈറാർക്കി കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ഡിസൈൻസിൽ ബെറ്റർ ലുക്കിംഗ്, അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷനും ബെറ്റർ ആവും. എന്താണ് ടൈപ്പോഗ്രഫി ക്രൈംസ്? ഓക്കെ, ക്രൈം നമ്പർ 1, യൂസിങ് എ ബാഡ് ഫോണ്ട്. എന്താണ് ഈ ബാഡ് ഫോണ്ട്? നമ്മൾ പറഞ്ഞ പോലെ തന്നെ സെരിഫാണോ, സാൻസ് സെരിഫാണോ, ഡിസ്പ്ലേ ആണോ, സ്ക്രിപ്റ്റ് ആണോ, അതെന്താന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. നമ്മളെ ബ്രാൻഡ് ഏതാണോ അതിനനുസരിച്ചിട്ട് ഈ ടൈപ്പ് ഡിസൈഡ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ടൈപ്പ് ഫേസിൻ്റെ വെയ്റ്റും ഹൈറ്റും നമ്മളെ ബ്രാൻഡ് അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റീവ്, നമ്മളെ എന്താണോ പ്രൊഡക്റ്റ് അതിന് മാച്ച് ആവുന്നുണ്ടോ, അതിന് കോർപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് അഷ്യൂർ ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഫേസിൻ്റെ ബിഹേവിയറും ഫീലിങ്സും കാര്യങ്ങളൊക്കെ നമ്മളെ ബ്രാൻഡിന് ആപ്റ്റ് ആവുന്നതാണോ എന്ന് നോക്കേണ്ടതാണ് ഈ യൂസിങ് എ ബാഡ് ഫോണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രൈം നമ്പർ 2, കുറേ ടൈപ്പ് ഫേസസ് യൂസ് ചെയ്യുക, കുറേ ഫോണ്ട് യൂസ് ചെയ്യുക. നമ്മളൊരു കണ്ടന്റ് അല്ലെങ്കിൽ ചെറിയൊരു പാരഗ്രാഫ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്ത് വെക്കുന്ന സമയത്ത് അതിന് കുറേ ടൈപ്പ് ഫേസസും കുറേ ഫോണ്ടും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഡിസ്ട്രാക്ഷൻ ആണ് ഉണ്ടാവുന്നത്, അല്ലേ? നമുക്ക് വായിക്കുന്ന ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാവും. അതിങ്ങനെ കറക്റ്റ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഫോണ്ടിന്റെ ബിഹേവിയർ അവിടെ ഉണ്ടാവില്ല, നമ്മളെ കണ്ടന്റിന്റെ ബിഹേവിയർ അവിടെ ഉണ്ടാവില്ല, അതൊക്കെ മാറും. അപ്പോൾ കുറേ ടൈപ്പ് ഫേസസും കുറേ ഫോണ്ട് യൂസ് ചെയ്യാണ്ട് നമുക്ക് നമ്മുടെ ബ്രാൻഡിന് ഏതാണോ വേണ്ടത് അതനുസരിച്ചിട്ട് നമ്മൾ ചൂസ് ചെയ്യണം. ക്രൈം നമ്പർ 3, പുവർ ഫോണ്ട് പെയറിങ്, അല്ലെ? നമ്മൾ ഫോണ്ട് പെയർ ചെയ്യുന്ന സമയത്ത് അത് രണ്ട് തരത്തിലുള്ളതോ, അല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ ഹെഡിങ്ങിനും സബ് കോണ്ടന്റിനും മാച്ച് ആവുന്നതോ എന്നുള്ളത് അഷ്യൂർ ചെയ്യുക. ടൈപ്പോഗ്രഫി ക്രൈംസ് കഴിഞ്ഞിട്ടില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ കാണാം. ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് കോണ്ടന്റിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ഹാരിസൺ കോ അക്കാഡമി.